ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും റീലൊക്കേഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാണ്ടിരുന്നത്. ക്ഷമിക്കണം. ഞാൻ നേരത്തേക്ക് വീഡിയോ ചെയ്തിരുന്നത് കുവൈറ്റിൽ നിന്നാണ്. ഞാൻ പ്രസൻ്റിൽ ഇപ്പോൾ ദുബായിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നേക്കനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണമാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാണ്ടിരുന്നത്. പിന്നെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ദൈവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാസിനെ നമ്മൾ മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു ദേവനെയോ ദേവീനെയോ ആണ് നിങ്ങൾ ഭജിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നി ഇവരിൽ നിന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യൽ ഗുരൂസിൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വേറൊരാളെ പോകും. ഇവരെ മറന്നിട്ട് കംപ്ലീറ്റ്ലി ഇവരുടെ പ്രാർത്ഥനാക്രമങ്ങളും കാര്യങ്ങളും മറന്നിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പണി എന്ന് പറയുന്ന വേർഡ് ചിലർക്ക് ഇൻറ്റൻഷനലി ഹേർട്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു റീൽസിനകത്ത്, എസ്പെഷ്യലി ഒരു റീലിനകത്ത് ഒരു ചേച്ചി വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ദൈവങ്ങളൊന്നും നമുക്ക് പണി തരാനിരിക്കുന്നവരല്ല എന്ന്. ശരിയാണ്, ദൈവങ്ങളൊന്നും നമുക്ക് പണി തരാനിരിക്കുന്നവരല്ല. എൻ്റെ ലാംഗ്വേജിൽ വന്നൊരു പ്രശ്നമാണ്, ക്ഷമിക്കണം. ഞാനൊരു കൊച്ചിക്കാരനാണ്. അപ്പം എനിക്ക് ഈ കൊച്ചിൻ സ്ലാങ് ചില സമയങ്ങളിൽ കയറി വരും. ഞങ്ങൾക്ക് ഈ പണി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് വളരെ നോർമലായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് സൂചനകളാണ്. നമുക്ക് സൂചനകൾ തരും ഇവരെ ഉപേക്ഷിച്ചോ, ഇവരെ നമ്മൾ പ്രോപ്പറായിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സൂചനകൾ തരും. ഞാൻ എൻ്റെ വീഡിയോയിനകത്ത് പറയുന്നുണ്ട്, കുറേ പേര് എൻ്റെ ഫുൾ വീഡിയോസ് കാണാത്ത പ്രശ്നമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സൂചന ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ലൈഫിലുണ്ടായ സൂചന. ആ ലാസ്റ്റത്തെ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലൈഫിലുണ്ടായ സൂചന എന്താണെന്ന്. ഇതേപോലെ നമുക്ക് സൂചനകളേ തരുള്ളൂ ഇവർ, അല്ലാണ്ട് നമുക്ക് പണിയൊന്നും തരില്ല. ദൈവങ്ങളൊന്നും നമുക്ക് പണി തരാനിരിക്കുന്നവരല്ല, ഗുണ്ടകളൊന്നുമല്ല. അവർ നമ്മളെ പ്രൊട്ടക്റ്റേഴ്സ്, നമ്മുടെ ലൈഫിലും വേണ്ട കാര്യങ്ങൾ മാത്രം കീപ്പ് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ റിമൂവ് ചെയ്യാനാണ് അവരുള്ളത് എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ഞാൻ കുറച്ച് നാൾ മാറുന്ന സമയത്ത് കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, കുറേ പേരുടെ കാര്യങ്ങളോടൊന്നും എനിക്ക് എത്തി നോക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ആണ്. നമുക്ക് ഈ പറയുന്ന ഉപാസന സാധനയിലോട്ടൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നു, ഇനീഷ്യൽ ടൈം ഫ്രെയിമിൽ ബുദ്ധിമുട്ടുന്നു. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫ് സ്പാൻ ഒരു 80 വർഷമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആയുസ് 80 വർഷമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജന്മത്തിലായാലും മുൻ ജന്മത്തിലായാലും ചെയ്തിരിക്കുന്ന കർമാസ് തീർക്കുന്ന ടൈം ഫ്രെയിം അതാണ്, അതായത് 80 വയസ്സിനുള്ളിൽ. പക്ഷേ ഉപാസന സാധനയൊക്കെ കുറച്ചും കൂടി കാഠിന്യമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർമ്മ ക്ലിയറിങ് ചെറിയൊരു ഷോർട്ട് ടൈമിനുള്ളിൽ നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. ഇനി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള കർമാസ് എങ്ങനെ ക്ലിയർ ചെയ്തു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന ഉപാസന സാധന ക്രമങ്ങളിലോട്ട് നിങ്ങൾ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇൻറ്റൻസീവായിട്ട് നമ്മൾ ഉപാസനയോ സാധനമോ ചെയ്തുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങാൻ തുടങ്ങും. നമ്മൾ ഏകാന്തതയിലോട്ട് പോയി പോകും, എലോൺനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലോട്ട് പോകും. പയ്യെ നമ്മൾ ഒറ്റയ്ക്കായി തുടങ്ങും. ഇതൊന്ന്. 2, പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങും നമ്മുടെ മുന്നിൽ. നമ്മൾ ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് വലിയ ആളാണ്, തേങ്ങയാണ് ചക്കയാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പല ആൾക്കാരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. 2, 3, നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. അതായത് നമുക്ക് ആരുമില്ലാത്തൊരു സ്റ്റേജ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേജുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ ഉപേക്ഷിക്കുകയാണ്. അത് വരുന്നൊരു സംഭവമാണ്. നമുക്ക് മനസ്സിലാക്കാം, അപ്പോൾ നമ്മുടെ ലൈഫിൽ കർമാസ് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതും പറഞ്ഞ് നമ്മൾ നിർത്തരുത്. നമ്മൾ ആ സമയത്ത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവാം. ഒരു 2-3 വർഷം നല്ല രീതിയിൽ നമുക്ക് ഈ പറയുന്ന സ്ട്രഗിളിങ്സ് ഉണ്ടാവും. പക്ഷേ ഈ സ്ട്രഗിള് കുറച്ച് നാളത്തേക്കുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3-4 ഇയേഴ്സ്, മാക്സിമം ഒരു 4 ഇയേഴ്സ് നമ്മുടെ ഇൻറ്റൻസിഫിക്കേഷൻ അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രഗിൾസൊക്കെ മാറിയിട്ട് നമുക്കൊരു നല്ല ലൈഫിലോട്ട് കിട്ടി തുടങ്ങും. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മളൊന്നും ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ ഉപാസന സാധനം എടുക്കരുത്. നമുക്കിതിൽ നിന്നൊരു ആനന്ദം കിട്ടുന്നു. ആനന്ദത്തിന് വേണ്ടി മാത്രമാവണം നമ്മൾ ഉപാസന സാധന ക്രമങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അല്ലാണ്ട് ഇതിൽ നിന്ന് മെറ്റീരിയലിസ്റ്റിക്കായിട്ട് നിങ്ങൾ തേടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ പറയുന്ന പോലെ
നമുക്കിപ്പോൾ കർമ്മ ക്ലിയറിങ്ങും ബേണിങ്ങും ഒക്കെ നമുക്ക് വന്നു, നിങ്ങൾ അനുഭവിക്കുന്നു, നിങ്ങൾ റെഡി ആയിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ പറയുന്ന നമ്മുടെ കർമാസ് ക്ലിയർ ചെയ്ത് തുടങ്ങി, നിങ്ങൾ പ്യൂരിഫൈ ആയിട്ട് തുടങ്ങി, നിങ്ങൾക്ക് തോന്നി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ എടുത്തിട്ട് പോവുക. കാരണം നിങ്ങളുടെ കർമാസ് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ആവും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഫോഴ്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈയാമ്പാറ്റുകൾ നമ്മളെ തേടി വരും. അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. ഈ നെഗറ്റീവ് എനർജി അറ്റാക്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിലുണ്ടാകും. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നിങ്ങളുടെ ബോഡി ഒരു വെള്ളം കുപ്പിയായിട്ട് സങ്കല്പിക്കുക. ആ വെള്ളക്കുപ്പിയിനകത്ത് ചെളി വെള്ളമാണ് നിങ്ങളുടെ ബോഡിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. പക്ഷെ നമ്മൾ ഉപാസനയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ടേക്ക് നല്ല വെള്ളം വന്നൊഴുകാൻ തുടങ്ങും. കുറേ നാളുകൾ ഇതിനകത്തോട്ട് നല്ല വെള്ളം വന്നൊഴുകുമ്പോൾ ഇതിനകത്തുള്ള ചീത്ത വെള്ളം പുറത്തോട്ട് പോയിട്ട് പയ്യെ ഇതിനകത്ത് നല്ല വെള്ളം വരാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഡിവൈൻ എനർജി നമ്മളിലോട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ നമ്മൾ നീക്കം ചെയ്യുക എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഉപാസന സാധനം ചെയ്യുന്ന സമയത്ത് ചില ഗുരുക്കന്മാർ പറയും നിങ്ങളോട് ഇറച്ചി കഴിക്കരുത്, മീൻ കഴിക്കരുത്, കള്ളു കുടിക്കരുത് എന്നൊക്കെ പറയും. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളാവണം. പയ്യെ ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് പോയിക്കോളും ഓട്ടോമാറ്റിക്കലി. നമുക്ക് വേണ്ടാത്ത ആവശ്യസ്ഥാനങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് പയ്യെ പോയിക്കോളും. പക്ഷേ നിങ്ങൾ ആക്ട് ചെയ്യണതാണ്, അതായത് അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കുകയാണ്. ഇത് ഇറച്ചി കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കള്ളു കുടിച്ചില്ലെങ്കിൽ ഞാൻ ശുദ്ധനാണ്. അതായത് 21 ദിവസം നിങ്ങൾ ഇറച്ചി കഴിക്കാണ്ടും ഈ പറഞ്ഞ മീനും ഈ പറഞ്ഞ കള്ളൊന്നും കുടിക്കാണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വ്രതം എടുത്ത് കഴിഞ്ഞിട്ട് 22ാമത്തെ ദിവസം പോയിട്ട് നിങ്ങൾ ഇറച്ചിയും മീനും കള്ളും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടയില്ല തിരിച്ചു പോലെ. അതേപോലെ അല്ല ശരിക്കും ചെയ്യേണ്ടത്. നിങ്ങളാവുക. എന്നിട്ട് നിങ്ങൾ ഉപാസന കർമ്മത്തിലോട്ട് വരിക അല്ലെങ്കിൽ സാധന കർമ്മത്തിലോട്ട് വരിക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത സാധനങ്ങളാണെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ നിന്നും പയ്യെ ഈ പറയുന്ന നിങ്ങളുടെ ഉപാസനാമൂർത്തി മാറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉപാസനാമൂർത്തികൾ വെക്കുള്ളൂ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, കുറേ പേരൊക്കെ ഉണ്ടാവുന്നു. നമ്മൾ ഉപാസന സാധനയിലോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇവർ ചുരുങ്ങുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വേണ്ടവരെ മാത്രമാക്കി തുടങ്ങും നമ്മുടെ ലൈഫിലോട്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന കണക്ഷൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണക്ഷൻസ് ആയിരിക്കുള്ളൂ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. എൻ്റെ കേസിലായാൽ പോലും ഞാൻ ഈ പറയുന്ന ഉപാസന സാധനം വന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായതാണ്. പെട്ടെന്ന് ആരുമില്ലാത്തൊരു ഫീലിംഗ് ആയി. ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോയി കുറച്ച് നാളത്തേക്കൊക്കെ. പക്ഷേ നമ്മുടെ ലൈഫിലോട്ട് പിന്നെ വരുന്നവരെല്ലാം നമുക്ക് റിലേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നവരായി നമ്മുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങിയവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഇങ്ങനെയാണ് നമുക്ക് കർമ്മ ബേണിങ് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല ട്രാക്കിലാണ്, കീപ്പ് ഓൺ ഗോയിങ്. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമാസൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ ബോഡീസൊക്കെ ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡീസിനകത്തോട്ട് ആ ഡിവൈൻ എനർജിക്കുള്ള സ്പേസ് നമുക്ക് ഒരുക്കുന്നതാണ്. ഈ പറയുന്ന 3-4 കൊല്ലം എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈൻ എനർജി നമ്മുടെ ബോഡിയിലോട്ട് ഡിവൈൻ എനർജി ആയിക്കൊണ്ടിരിക്കുന്ന പീരീഡാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെ നെഗറ്റീവ് എനർജീസിനെ റിമൂവ് ചെയ്യാൻ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി താന്ത്രികമായിട്ട് പ്രൊട്ടക്ഷൻ എടുക്കാം, ദിഗ്ബന്ധനം അതേപോലെ പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ നല്ലൊരു ഗുരു വരണം. ഞാൻ പറഞ്ഞു, നമ്മളെ ഗുരുവിനെ തേടി പോകരുത്. നമുക്ക് സമയമാകുമ്പോൾ നമ്മളെ തേടിയവർ വന്നോളും. ബാക്കി നമ്മൾ തേടി പോകുന്നതെല്ലാം നിജമല്ല, മായയാണ്. ഓക്കെ, നമ്മളെ തേടി വരുന്ന ഗുരു, അതായത് നമുക്ക് ഒരാഗ്രഹമുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളെ തേടി വന്നിരിക്കും. അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ അതിനെ തേടി പോകരുത്. അതിനെ തേടി പോകുന്നത് നമ്മൾ ചതിക്കുഴിയിലോട്ടായിരിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.